സോ അഗൈൻ ഇന്നത്തെ സമയത്തിന്റെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ചെക്കന്മാരുടെ അടുത്ത് മാസ്ക്യൂലിനിറ്റി ഇല്ല. മാസ്ക്യൂലിനിറ്റി പറഞ്ഞു വെച്ചാൽ ആണത്വം. ആൾക്കാർക്ക് താടി മീശ മുടി വന്നു വെച്ചാൽ കുറെ വലിയ കുഴപ്പം. താടി മീശ ഒക്കെ വിടിൻ. അതല്ലാണ്ട് ഞാൻ ഇന്നത്തെ സമയത്ത് ഞാൻ കുറച്ച് ദിവസം മുമ്പേ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് എന്താണെന്ന് വെച്ചാൽ എല്ലാ ചെക്കന്മാരും ഈ ഞാൻ പറഞ്ഞു വെച്ചാൽ ചുറ്റും നടക്കും അതൊക്കെ ചെയ്യും. അപ്പോൾ നോക്കിയതാ ഞാൻ എല്ലാ ചെക്കന്മാർക്കും ഈ വൈകുന്നേരമായി രാവിലെ അയച്ച അവരുടെ അച്ഛനും അമ്മേനെയും കാണുന്നതിന് മുമ്പേ അവർക്ക് ഫോൺ നോക്കണം. ഫോണിൻ്റെ ഉള്ള അവരുടെ ഏതെങ്കിലും ഗേൾ ഫ്രണ്ട് ആരെങ്കിലും ഗുഡ് മോർണിംഗ് എന്തെങ്കിലും അയച്ചിട്ടുണ്ടാവും, ഇവർക്ക് അത് സെയിം തന്നെ അയക്കണം. അതല്ലെങ്കിൽ വൈകുന്നേരം അയച്ച അവരുടെ എല്ലാ ചെക്കന്മാരും അവർക്ക് ഫോർ എക്സാമ്പിൾ അവരുടെ വീട്ടുകാരനെ പണിയെടുക്കണം. അപ്പോൾ അവർക്ക് ആ വീട്ടുകാരുടെ പോയിട്ട് കൂടെ പണിയെടുക്കണം എന്നല്ല, അവർക്ക് അവരുടെ പെണ്ണുങ്ങളോട് വർത്തനം വരണം. ഈ കൂട്ടുകാരൊക്കെ ഫുട്ബോൾ കളിക്കുന്നു, എല്ലാതും ചെയ്യുന്നു, എന്നാലും അവർക്ക് അവരുടെ പെണ്ണുങ്ങളുടെ കൂടെ വർത്തനം വരണം. ആൻഡ് ഇവരുടെ വേറൊരു സോണറാണ്. വേറെ സോണർ എന്ന് പറഞ്ഞു വെച്ചാൽ ഇവരുടെ കൂട്ടുകാരും ഇങ്ങനത്തെ തന്നെ. ഇവരുടെ കൂട്ടുകാർക്ക് എന്താ ഉണ്ടാവുക വെച്ചാൽ ഇവർക്ക് സെയിം ടോപ്പിക് ഒരു സെയിം ഉണ്ടാവുള്ളൂ ഇവരുടെ അടുത്ത്. പെണ്ണ് 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 പെണ്ണ്, അവൾ എന്നെ ഇന്ന് തേച്ചു, ഇവൾ എന്നെ നാളെ തേക്കും, ഞാൻ ഇവളുടെ പിന്നിലാണ്, ഞാൻ അവളുടെ നമ്പർ മേടിച്ചു, ഇവളുടെ വാട്സപ്പ് ഐ ഡി മേടിച്ചു, അതാണ് ഇതാണ്. ആൻഡ് ഞാൻ ഇത് 15, 20, 15, 16, 17 വയസ്സിന്റെ ചെക്കന്മാരെന്നല്ല പറയണം, 10th, 11th ചെക്കന്മാരെന്നല്ല പറയണം. ഇത് ഉള്ളതാണ് 20, 21, 24, 25 ഇങ്ങനത്തെ വയസ്സിന്റെ ചെക്കന്മാർ. പറഞ്ഞു വെച്ചാൽ ഉളുപ്പ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും. നാണമില്ല. ഇവരുടെ അച്ഛൻ രാവിലെ എണിച്ചിട്ട് കൂലിപ്പണിക്ക് പോയിട്ട് കാശുണ്ടാക്കുന്നുണ്ടാവുക, എന്നാലും ഇവർക്ക് ഇവരുടെ അച്ഛൻ്റെ അടുത്ത് എന്തെങ്കിലും പോയിട്ട് പറഞ്ഞു അങ്ങനെ ഉണ്ടാവില്ലേ, എനിക്ക് എൻ്റെ അച്ഛൻ ജോലി ചെയ്യാൻ പോകണു, എനിക്കിഷ്ടമല്ല. സത്യം പറയാൻ വെച്ചാൽ എൻ്റെ അച്ഛൻ ജോലി ചെയ്യാൻ പോകുമ്പോൾ എനിക്കിഷ്ടമല്ല. ഞാൻ അച്ഛനോട് പറയും വേണ്ട, ഞാൻ ചെയ്യേണ്ടത് മതി. പക്ഷെ അച്ഛൻ എന്താ വെച്ചാൽ എനിക്ക് എൻ്റെ ടൈം പാസ് ആവില്ല, അതുകൊണ്ടാണ് അവരുടെ ബിസിനസ്സസ് ജോലി എന്താ വെച്ചാലും അതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് എന്താ വെച്ചാൽ ഇങ്ങനത്തെ ചെക്കന്മാരൊക്കെ കുറച്ച് വലുതായി കഴിഞ്ഞു, ഇവരുടെയൊക്കെ മക്കളായി അങ്ങനെയൊക്കെ ആയെന്ന് വിചാരിച്ചോളൂ. ഇവരുടെ മക്കൾ എന്താ പഠിക്കുക ഇവരുടെ അച്ഛന്മാരോട്? അതല്ലെങ്കിൽ പറഞ്ഞു വെച്ചാൽ ഇവരുടെ അടുത്ത് എന്തെന്നെ ഉണ്ട് ഇവരുടെ മക്കളോട് പറയാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ ഇന്ന് ഞാൻ എൻ്റെ ചെക്കന്മാർക്ക് അല്ലെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും, നിങ്ങളുടെ തന്ത 21 വയസ്സിൽ ഇത്രയൊക്കെ ചെയ്തു, ഇത്ര കാശ് ഉണ്ടാക്കണ്ടായിരുന്നു, ഇത്ര പേരുണ്ടായിരുന്നു, ഇത്രയൊക്കെ പേരും കാശും അതൊക്കെ വിട്ടിട്ട് ഇത്ര പണിയെടുക്കുന്നു. ഞാൻ പെണ്ണുങ്ങളുടെ പിന്നിൽ ചിട്ട അത് ചെയ്യുക അതൊന്നുമല്ല. ആദ്യത്തെ കാര്യം, ചെക്കന്മാർക്ക് മാസ്കുലിനിറ്റി എന്താ ഇല്ലാത്തത് വെച്ചാൽ ഇവരുടെ അച്ഛനും അമ്മയും ഇവരെ ചക്കര വാവെ പറഞ്ഞിട്ട് വെക്കുന്നത്. അഴിച്ചു വിടുക, ആവശ്യമുള്ളപ്പോൾ തല്ലാണ്ടിരിക്കുക, അത് ചെയ്യാണ്ടിരിക്കുക എന്ന് പറഞ്ഞു വെച്ചാൽ ചെക്കന്മാർ കേടാവും. അപ്പോൾ ഇവർക്ക് എന്താ വേണ്ട വെച്ചാൽ ഞാൻ പറയാന്ന് വെച്ചാൽ ശരിക്കും ആദ്യം ഇവർക്കൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവരോട് പറയണം, ഇന്ന് രാത്രി ഇല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം നീ വീട്ടിലേക്ക് വരാന്ന് വെച്ചാൽ ഇത്ര കാശ് സമ്പാദിച്ചിട്ട് വരാൻ പാടുള്ളൂ. അതിന് എന്ത് വാങ്ങിച്ചാലും ചെയ്തോ. കള്ളത്തരം ചെയ്തിട്ട് ഒരു പ്രാവശ്യം പോലീസിന്റെ കയ്യിൽ കിട്ടിച്ചാൽ നല്ല അടി കിട്ടും. ഒരു പ്രാവശ്യത്തിൽ അവൻ്റെ എല്ലാ സമ്പന്നം തീരുമാനവും. അത് ചെയ്തില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം ഇത്ര തെമ്മാടി ചെക്കന്മാരായി. ഫോർ എക്സാമ്പിൾ അവനോട് പറഞ്ഞു നീ വൈകുന്നേരം ആകുമ്പോഴേക്കും 1000 രൂപ കൊണ്ടുവരണം. അവന് 1000 രൂപ ഉണ്ടാക്കാണ്ട് ഇവൻ കള്ളത്തരം ചെയ്തിട്ട് കാശ് ഉണ്ടാക്കാന്ന് വെച്ചാൽ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളി നിങ്ങളുടെ കുട്ടികളെ ഏത് വഴിയിലാണ് പോകുന്നത്, എങ്ങനത്തെ മെന്റാലിറ്റിയാണ്. അപ്പോൾ ഈ മാസ്കുലിനിറ്റി, നിങ്ങളൊരു ചെക്കനാന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റെ മാതിരി 20, 21 വയസ്സിൻ്റെ ചെക്കന്മാരാന്ന് വെച്ചാൽ ആദ്യത്തെ കാര്യം ഒരു സാധനത്തിനോടും പേടിക്കരുത് പറഞ്ഞു വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എത്ര റിസ്ക് എടുക്കാൻ പറ്റുമോ അത്ര റിസ്ക് എടുക്കും. നല്ല വഴിയിൽ റിസ്ക് പറഞ്ഞു വെച്ചാൽ കള്ളത്തരം അത് കടത്ത ഇത് കടത്ത അങ്ങനെയൊന്നുമല്ല. റിസ്ക് പറഞ്ഞു വെച്ചാൽ നല്ല വഴിയിൽ. ഇന്ന് എൻ്റെ അടുത്ത് ഫോർ എക്സാമ്പിൾ ഇന്ന് എൻ്റെ അടുത്ത് 1 ലക്ഷം രൂപ ഉണ്ട് വിചാരിച്ചു. 1 ലക്ഷം രൂപ ഞാൻ മിനിമം പറയാം. 1 ലക്ഷം രൂപ ഒന്നുമല്ല, 1 ലക്ഷം രൂപ ഉണ്ട് വിചാരിച്ചത്. എൻ്റെ അക്കൗണ്ടിൽ ഞാൻ 1 ലക്ഷം രൂപ മറയ്ക്കും, പിന്നെ അതിൻ്റെ അഗേൻസ്റ്റ് ഞാൻ എന്തെങ്കിലും മേടിക്കും, പിന്നെ അതിൻ്റെ ബിസിനസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ 6 മാസം ഞാൻ ആ സാധനം മേടിച്ചിട്ട് എൻ്റെ വീട്ടിൽ വെറുതെ കിടക്കാം, എനിക്ക് വെക്കാൻ പറ്റില്ലെങ്കിലും ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ, അത് കടക്കട്ടെ. പക്ഷെ ഒരു പ്രാവശ്യം വിൽക്കും, അതിൻ്റെ കാശ് വരും, അതിൻ്റെ കാരണം എൻ്റെ എല്ലാതും ശരിയാവും. ഇതിനെ പറയാം ബിസിനസ്. നിങ്ങൾക്ക് ജോലി ചെയ്യണോ? ആദ്യം തന്നെ നിങ്ങളുടെ എത്ര വയസ്സാണെങ്കിലും ഇപ്പം തന്നെ ജോലി ചെയ്യാൻ തുടങ്ങിക്കോളി. ഇപ്പം തന്നെ നല്ല നല്ല പണികൾ നോക്കാൻ തുടങ്ങി. എവിടെ നിങ്ങൾക്ക് പോകേണ്ട ഫ്യൂച്ചർ ഗോൾസ് ഒക്കെ ഡിസൈഡ് ചെയ്യാൻ. ഇന്ന് ഈ പണ്ണും അതും ഇതൊക്കെ ചെയ്തിട്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല. നാളെ അവളെ നിങ്ങൾ തേക്കും. നിങ്ങളുടെ അടുത്ത് കാശില്ല, നിങ്ങളുടെ അടുത്ത് വിലയില്ല, നിങ്ങളെ ആരും അറിയില്ലെങ്കിൽ നിങ്ങളത്തേക്കും മറ്റവരുടെ അടുത്ത്. ഇതാണ് ഇന്നത്തെ റിയാലിറ്റി. അപ്പോൾ ഇനി ഡിസിഷൻസ് ഒക്കെ നിങ്ങളുടെ അടുത്താണ്. നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് ചച്ചീൻ, നിങ്ങൾക്ക് എന്താ ചെയ്യാത്ത ചെയ്യണ്ട. പക്ഷേ
ഇങ്ങനെ ആണത്വം ഇല്ലാണ്ട് ഇങ്ങനെ നടന്നു വെച്ചാൽ. പിന്നെ നാട്ടിൽ ഞാൻ ഒരു കാര്യം കൂടി കണ്ടു, മിക്ക ചെക്കന്മാർക്കും താടിയും മീശയൊന്നുമില്ല. വായ്, നിങ്ങൾ ഇതൊക്കെ എന്തിനാ പഠിച്ചിട്ട് ഇങ്ങനെ എന്തിനാ നടക്കണം? നിങ്ങളൊരു ആണാണ്. നിങ്ങൾ ആണത്വം ആകുമ്പോൾ ഇങ്ങനെയൊക്കെ നോർമൽ യാർ. താടിയും മീശയില്ലാണ്ട് നടന്നു വെച്ചാൽ നമ്മൾ ആണും പെണ്ണും കെട്ടവരല്ല. ഇറ്റ്സ് നോർമൽ. ഇതൊക്കെ വെക്കിൻ. ഇതൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളുടെ തന്തൻ്റെ കൂടെ പോയിട്ട് നിങ്ങൾ ഇരിക്കിൻ, ചോദിക്കിൻ ഇന്ന് വീട്ടിൽ എന്താ കുഴപ്പം, നിങ്ങൾക്ക് അതിൽ എന്ത് ചെയ്യാൻ പറ്റും, അതൊക്കെ നോക്കിൻ, അതൊക്കെ ചോദിക്കിൻ. അതാണ് ശരിക്കുള്ള ആണത്വം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിങ്ങൾ ചിട്ടിൻ, നിങ്ങളുടെ പെണ്ണുങ്ങളുടെ കൂടെ ചിട്ടേൻ, അത് ചെയ്യും ഇത് ചെയ്യും. ഒരു ദിവസം അവൾ തേക്കും. 101% ഞാൻ പറയും, ഒരു ദിവസം അവൾ തേക്കും. ആ ദിവസം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ എവിടെയാണ് സ്റ്റാൻഡ്, നിങ്ങൾ എവിടെ ജീവിതം. പിന്നെ തൂങ്ങിച്ചാവാൻ പോവുക, അത് ചെയ്യുക ഇത് ചെയ്യുക പറഞ്ഞു വെച്ചാലൊന്നും ഇറ്റ്സ് നോട്ട് എ ലൈഫ്. പിന്നെ നിങ്ങളൊരു ലൂസറാണ്, നിങ്ങൾക്കൊന്നും ജീവിതത്തിൽ ചെയ്യാൻ പറ്റില്ല. സോ ഇതൊക്കെയാണ് കാര്യങ്ങൾ നാട്ടിലത്തെ. ആൻഡ് ഇങ്ങനത്തെ നല്ല നല്ല കോണ്ടന്റ് കാണാൻ വേണ്ടിയിട്ട് എന്നെ ഫോളോ ചെയ്ത് വെച്ചാൽ മതി. എൻ്റെ ഈ താഴത്ത് വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്തോളി. ആൻഡ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ചാനൽ കൂടി ഫോളോ ചെയ്ത് വെച്ചോളൂ. ഫോളോ ഫോർ മോർ ക്രേസി ബിസിനസ് കോണ്ടന്റ്.